പ്രൊഫസർ, മേ ഐ കമിൻ? വാ, ഇവിടെ ഇരിക്കും. എക്സാമിന്റെ മാർക്ക്, ഹൗ വാസ് ദാറ്റ് പോസിബിൾ? എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? സർ, ആക്ച്വലി ക്വസ്റ്റ്യൻസ് എനിക്ക് എളുപ്പമായിരുന്നു. ബട്ട് നീ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അത് പിന്നെ സേ അത് പിന്നെ സാറിന്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ മുമ്പേ ഇരുന്ന് പഠിച്ചായിരുന്നു. മീൻസ് ആക്ച്വലി എനിക്ക് സാറിന്റെ സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വായിക്കുമായിരുന്നു മുമ്പേ. എനിക്ക് ആ ടോപ്പിക്ക് നല്ല മനസ്സിലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു സാർ ഇന്നലെ അതുവരെ എടുത്തതാണ്. ഞാനത് ഓൾറെഡി വായിച്ചുകൊണ്ട് എനിക്കത് മനസ്സിലായി. വാവ്, ഇംപ്രസീവ്. എന്നാലും ഓ മൈ ഗോഡ്, യു ആർ അമേസിംഗ്. കീപ് ഇറ്റ് അപ്പ്. എനിക്ക് കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട്. നീ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാഗ് എടുത്തിട്ട് വാ. എടാ ആരു, എന്താടാ സാറ് പറഞ്ഞത്? സാർ എന്ത് പറയാ, സാർ നല്ല അത്ഭുതപ്പെട്ടിട്ടുള്ളത്. അത് ശരി, ഞാൻ വിചാരിച്ചത് നിന്നെ അങ്ങ് വഴക്ക് പറഞ്ഞ് എന്തെങ്കിലും പറയുന്നു. എന്നിട്ടൊന്നും സംഭവിച്ചില്ലേ? ഇല്ല. എന്താടി? എടാ, ഞാൻ വീട്ടിൽ പോവാ. നിനക്ക് ഉറപ്പല്ലേ പോണെന്ന്? ആ, പോകുന്നതൊക്കെ കൊള്ളാം. നിനക്ക് എപ്പോ വേണേലും അങ്ങോട്ടേക്ക് വരാം. ശരി, എന്നാ ഞാൻ പോട്ടെ. ആര്യ, എനിക്കൊരു കാര്യം ചോദിക്കണം. എടാ ആരു, നീ ഇവിടെ നിൽക്കേ, ഞാൻ സംസാരിച്ചിട്ട് വരാം. അതെന്താടാ ഞാൻ കേട്ടാല്? ഇത് ഇത്തിരി പേഴ്സണലാ. നിനക്ക് പേഴ്സണലാ? ഓ എനിക്കില്ല, ഞാൻ ഇപ്പൊ ഒന്ന് സംസാരിച്ചിട്ട് വരാം, എന്നിട്ട് ഞാൻ നിന്നോട് പറയാം. ഓ ആയിക്കോട്ടെ, അല്ലെങ്കിലും നമ്മളെയൊന്നും ആർക്കും വേണ്ടല്ലോ. ഡാ, മിണ്ടാണ്ട് പോയാ അങ്ങോട്ട്. എന്താടാ കിച്ചു, എന്താ ചോദിക്കാനുള്ളേ? എടി, ഞാൻ ആരവിനോട് പറയില്ല. സാർ സ്നേഹിക്കുന്നത് ആരെയാന്ന് എന്നോട് പറ. എടാ, അത് പിന്നെ ആ വേണ്ട, ഞാൻ പറയാം. സാർ സ്നേഹിക്കുന്നത് ആരുനല്ലേ? എടാ, അത് പിന്നെ അല്ല, നിനക്കെന്താ അങ്ങനെ തോന്നിയത്? ഞാൻ സാറിനെ കുറെ ദിവസമായി നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അവന്റെ ഒന്നിച്ചുള്ളപ്പോ സാർ എന്നെ തുറച്ചു നോക്കുന്നതും അവനോട് മാത്രം കാണിക്കുന്ന ആ സ്പെഷ്യൽ ഫീലിങ്ങും പിന്നെ അവൻ കാണിച്ചു കൂട്ടുന്ന എല്ലാ മണ്ടത്തരങ്ങളും കണ്ട് ഒന്നും പറയാണ്ട് നിൽക്കുന്നതും കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ അവൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോ സാർ ദേഷ്യപ്പെടണമെങ്കിൽ സാറിന് അവന് എത്രമാത്രം പ്രിയപ്പെട്ടതാന്ന് ഊഹിക്കാമല്ലോ. നീ പറ, ആരുനല്ലേ സാർ സ്നേഹിക്കുന്നത്? എടാ കിച്ചു, അതെ, സാറിന് അവനെ തന്നെ ഇഷ്ടം. എന്നാ സാർ ഇതുവരെ അവനോട് പറയാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണില്ലേ? അതുകൊണ്ടാ ഞാൻ പറയാൻ താല്പര്യപ്പെടാത്തെ. എടാ, നീ ഇപ്പൊ പറഞ്ഞ സാർ ഇത്രയും നാളെ കാത്തു നിന്നത് വെറുതെ ആവില്ലേ? അതുകൊണ്ട് നീ ആരുനോട് ഒന്നും പറയല്ലേ. ആയിക്കോട്ടെ, ഇത് എത്ര വരെ പോകുന്നു ഞാനൊന്ന് നോക്കാം. എന്നാ ശരി, നീ പൊക്കോ. എന്താടാ എന്നോട് പറയാൻ മാത്രം പറ്റാത്ത രഹസ്യമുള്ളത്? അത് ഒന്നും തന്നെയില്ല. നീ ആ ചെറിയ തല വെറുതെ പുകയ്ക്കണമെന്നില്ല. അപ്പൊ എന്നോട് പറയാന്ന് പറഞ്ഞിട്ട് നിന്നോട് പറയണ വേണ്ടിയെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? സത്യം പറയടാ, നീ അവളോട് ഐ ലവ് യു പറയാൻ പോയതല്ലേ? എനിക്കറിയാം. എടാ ചെറുക്ക, നീ എന്ത് തേങ്ങയാടാ പറയുന്നേ? എടാ എനിക്കറിയാം, അവക്കെ നിന്നെ ഇഷ്ടമായിരുന്നു. ആർക്ക് ആരെ ഇഷ്ടമെന്നാ നിങ്ങളെ പറയുന്നേ? അത് ആരേക്ക് ഇവനെ. എടാ ദ്രോഹി, അവളോട് എന്തിനാടാ പറയുന്നേ? ഇവൻ എന്നോട് പറയണ്ടേ, അവളോട് സംസാരിക്കാൻ പോയി. എടാ കിച്ചു, അവൻ പറയുന്നത് സത്യമാണോടാ? എടി പാറ, അവൻ വെറുതെ പറയുന്നതാടി. വെറുതെ ഒന്നും അല്ല, സത്യമായിട്ടും ഇപ്പതേ പോയിട്ട് വന്നതേ ഉള്ളൂ. എടക്കാല ആടാ, എന്നെ തന്നെ ചീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ എന്തിനാ നിന്റെ പറകെ വരുതേ? എനിക്ക് വേറെ എത്ര പ്രപ്പോസലാ വന്നേ, എന്നിട്ടോ ഞാൻ നിന്നെയല്ല സ്നേഹിച്ചത്. എനിക്ക് ഇത് തന്നെ വേണം. എന്ത് സന്തോഷാണ് ഇതൊന്നും കിട്ടുന്നേ? എന്നോട് പറയാണ്ടിരുന്നാല് ഇങ്ങനെ ഉണ്ടാവും. എടാ നിന്നോട് എങ്ങനെയാടാ ഞാൻ പറയാ? എടാ ദേഷ്യപ്പെടല്ലേ.
എടാ സോറി. ഞാൻ അവളോട് സാർ ആരെയാ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചതാ, അവള് പറഞ്ഞില്ല. ഓ, അല്ല നീ എന്താ അങ്ങനെ ചോദിക്കാൻ പോയെ? ഒന്നുമില്ല, ഞാൻ ചോദിച്ച ചിലപ്പോ അവള് പറയുമെന്ന് വിചാരിച്ചു. അല്ല നീ അതിന്റെ ഇടയ്ക്ക് എന്തോ പറഞ്ഞല്ലോ, അവക്ക് എന്നെ ഇഷ്ടമായിരുന്നോ? അത് പിന്നെ അവക്ക് നിന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് അറിയത്തില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? അവൾ എന്നോട് പറഞ്ഞായിരുന്നു. ഓ ആ പിന്നെണ്ടല്ലോ, നിന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്റെ വേദ സാറ് നിന്റെ ആകാശ് സാറിന്റെ കസിനാ. വാട്ട്? ആകാശ് സാറിന്റെ കസിൻ ആണെന്നോ? അതായത് അപ്പോ നമ്മള് ഫാമിലി റിലേറ്റീവ് ആണെന്ന്. നിനക്കിത് എന്നോട് നേരത്തെ പറയാറുന്നു. ഓ ഞാനേ അറിഞ്ഞത് 2 ദിവസം മുമ്പാ, നിന്നോട് പറയാൻ മറന്നുപോയി. ഓ അത് സാരമില്ല, ഇനിയിപ്പോ എന്താ വേണ്ടേ? എടാ അന്ന് എൻഗേജ്മെന്റിന്റെ അന്ന് പാർട്ടിക്ക് സാർ അവിടെ വന്നത് അതുകൊണ്ടാ, സാറിന്റെ കസിനായിരുന്നല്ലോ. വെയിറ്റ്, അല്ല അന്ന് ഞങ്ങള് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിന്നോട് ആകാശ് സാറൊക്കെ പോയിന്ന്? അതിനുശേഷമല്ലേ നീ കണ്ടുമുട്ടിയത്? അതിനുശേഷം സാർ എന്തിനാ അവിടെ വരണം? എനിക്കറിയില്ല. ആകെ അവിടെ പാറു മാത്രമല്ലേ ഉണ്ടായിരുന്നേ? പാറുവിനെ കൂട്ടാൻ? അതെ, പാറു ഒന്ന് രാത്രി പോയായിരുന്നു. അപ്പൊ പാറുവിനെ കൂട്ടാൻ സാറ് വന്നതാണോ? അതെ, ചിലപ്പോ പാറിനെ കൂട്ടാൻ വന്നതായിരിക്കും. അപ്പൊ പാറിനോട് ചോദിച്ചാൽ സാറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും അല്ലേ? ആ ആയിരിക്കും, പക്ഷേ ആകെപ്പാടുണ്ടായ ഒരിതാ നീ ഇല്ലാണ്ടാക്കിയപ്പോ. ഇനി എന്ത് പറഞ്ഞ അവളുടെ പിണക്കം മാറ്റുമെന്ന് എനിക്കറിയത്തില്ല. എടാ സോറിടാ, ഞാൻ അവളോട് പറയാം. ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഞാൻ തന്നെ ശ്രമിക്കാം എന്തേലും പറഞ്ഞിട്ട് അവളെ ഓക്കെ. എടാ ചിത്രേച്ചിയോട് സാർ സംസാരിച്ചിട്ടുണ്ട്. ചേച്ചിക്കും സാറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുമായിരിക്കും, നീ ഒന്ന് ചോദിച്ചു നോക്കുവോ? ആ ഞാൻ ഒന്ന് നോക്കാം. എന്നാ ശരിടാ, ഞാൻ പോട്ടെ. ഐം സോറി. എന്റെ പൊന്നെ മതി നിന്റെ സോറി. അവക്ക് എന്നോട് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവള് തന്നെ വന്ന് മിണ്ടിക്കോളും. നീ വെറുതെ നീ അതോർത്ത് വിഷമിക്കണമെന്നില്ല. എന്നാ ശരി, ഞാൻ പോട്ടെ. നീ സാറിന്റെ ഒന്നിച്ചായിരിക്കില്ലേ പോകുന്നത്? എന്നാ ബൈ. സർ സമയം 5 പോകുന്നില്ലേ? ആ ഇതൊരു പേപ്പർ കൂടി. നിനക്കെന്തേലും എഴുതാനുണ്ടെങ്കിൽ അത് എഴുതിക്കൂടാർന്നോ ഇത്രയും നേരം? ഓ ഇവിടെ എഴുതാൻ നിന്ന വീട്ടിൽ പോയ ബോറടിക്കും. ഓ സാറിനോട് പറഞ്ഞതല്ലേ എന്നെ എങ്ങനെ നോക്കണ്ടെന്ന്? എപ്പോ പറഞ്ഞു? ആ സാറിന് നല്ല മറവിയാ. എന്നെ ചെറുക്ക, നീ എന്നോട് നോക്കണ്ടെന്നൊന്നും പറഞ്ഞില്ല, വേറെ എന്തൊക്കെയോ പറഞ്ഞു. എന്നാ ഇനി തൊട്ട് അങ്ങനെ നോക്കണ്ട. ഓ പിന്നെ ഞാൻ നീ പറഞ്ഞത് കേൾക്കണമെന്നോ? ഞാൻ ഒന്നും പറഞ്ഞില്ല, മതിയോ? വാ പോവാം. സർ കുറച്ചേരം നമുക്ക് പുറത്ത് സ്പെൻഡ് ചെയ്തിട്ട് പോയാലോ? നിനക്ക് പോണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഐ എം റെഡി. I knew I'd find you here. You always leave when you can't feel. You tell me to leave you alone, but I can't stay away. I know I should let you go, but there's something telling me no. I know I should let you be, but I keep on thinking of you and me. Thinking of you and me, but I keep on thinking of you and me. Thinking of you and me, but there's something telling me no.
സർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സാറ് ഇഷ്ടപ്പെടുന്നത് എന്നെയാണോ? സർ, എന്താ ചോദിച്ചേ? സാറ് എന്നെയാണോ ഇഷ്ടപ്പെടുന്നത്? അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നുന്നത്? സാറ് സീരിയസ് ആയി ഒന്നും എടുക്കണ്ട, ഞാൻ വെറുതെ ചോദിക്കുന്നതാ. നീ എന്തിനാ അവനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്? അതെനിക്ക് സർ, ഞാൻ പറയുന്നതായിട്ട് സർ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ലേ? സാറിന് എങ്ങനെ വേണേലും ഇതിനെ എടുക്കാം. സർ, ഞാൻ സ്നേഹിക്കുന്നത് സാറിനെ. ഐ എം സോറി സർ, എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നല്ല സങ്കടമാവുന്നുണ്ട് സാർ എന്തൊക്കെയോ പറയുമ്പോൾ. അന്ന് കിച്ചുവിന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് പാർട്ടിയിൽ സാറിനെയാണ് ഞാൻ ഇടിച്ചത്. സാറിനോടാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. അന്ന് കോളേജിൽ സാറ് പ്രൊഫസറായി വന്നപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. സാറിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ ഓരോ പ്രാങ്കും ചെയ്തുകൊണ്ട് വന്നത്. സാറിനോട് കൂടുതൽ ഇടപഴകാൻ ശ്രമിച്ചതും. എന്നാ ഒരിക്കലും കിട്ടില്ല എന്നറിയാം. സാർ ആരെയോ സ്നേഹിക്കുന്നുണ്ടല്ലോ. സാറ് ചോദിച്ചില്ലേ ഞാൻ വിട്ടുകൊടുക്കുമെന്ന്? ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് തന്നെ പറ. എനിക്ക് സാറിനെ ഇഷ്ടം, പക്ഷെ സാറിന് വേറെ ആരും ഇഷ്ടമെന്നും പറഞ്ഞു, അയാളെ സ്വന്തമാക്കുമെന്നും പറഞ്ഞു. ഞാൻ എന്താ ചെയ്യണ്ടേ? ഐ നോ സർ, സാറിന് ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. ഐ എം സോറി സർ. നമുക്ക് പോവാം വീട്ടിലേക്ക്. ഓ ഷിറ്റ്, ഞാൻ എന്താ ഒന്നും പറയാത്തത് അവനോട്? എനിക്ക് അവനെയാ ഇഷ്ടമെന്ന്. ഞാൻ എന്തൊരു പൊട്ടനാ. അവൻ സ്നേഹിക്കുന്ന വൺ സൈഡഡ് ലവ് അത് ഞാൻ തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ, അയ്യോ, ഇനി എന്താ ചെയ്യാ? അവനോടെല്ലാം തുറന്ന് പറയുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടും. ഓ, ഈ കാറിൽ കയറിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു, എന്നിട്ട് അവനൊന്നും സംസാരിക്കുന്നില്ലല്ലോ. എങ്ങനെ ഇപ്പൊ സംസാരിക്കാം? ആരു, നീ ഓക്കെ അല്ലേ? ആരു, സർ എന്നോടൊന്നും സംസാരിക്കല്ലേ? കുറച്ചു നേരം ഞാൻ സൈലന്റ് ആയി ഇരുന്നോട്ടെ? ഓ ഷിറ്റ്, എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയുന്നില്ലല്ലോ. ആരു, എനിക്കൊരു കാര്യം പറയണം. ആരു, ഓ ഇവനെന്താ സംസാരിക്കാൻ? സർ, ഞാൻ പോയി കിടക്കാം, എനിക്കൊന്ന് വയ്യ. ഷിറ്റ്, ഞാൻ എന്താ ഇങ്ങനെ? ഒന്നും സംസാരിക്കാനും പറ്റുന്നില്ലല്ലോ. ആരു, ഐ എം സോറി. എനിക്ക് നിന്നോട് എല്ലാം തുറന്നു പറയാനുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഇതുവരെ പറ്റിയില്ല. ഐ എം സോറി. നീ സ്നേഹിക്കുന്നത് എന്നെയാന്ന് ഞാൻ അറിഞ്ഞില്ല. ഇയാളെന്താ ഇപ്പൊ അറിഞ്ഞിട്ട് പോയത്? എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ എന്നോട് തുറന്നു പറയാനുള്ളത്? ആരോ, വാ ഫുഡ് കഴിക്കാം. എനിക്ക് വിശപ്പില്ല സർ. എന്തുകൊണ്ടാ നിനക്ക് വിശപ്പില്ലാത്തെ? വന്ന് കഴിച്ചേ. സർ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എന്നാ ഞാനും കഴിക്കുന്നില്ല, പട്ടിണി കിടക്കാം.
സാർ എന്തിനാ ഞാൻ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കാതിരിക്കണോ? എനിക്ക് തോന്നുന്നില്ല കഴിക്കാൻ. നീ കഴിക്കുന്നുണ്ടെങ്കിൽ വാ. അല്ല, സാർ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നേ? പോയ അല്ല, ശരിക്കും ഞാനല്ലേ ദേഷ്യപ്പെടേണ്ടത്, എന്നോടൊന്നും പറയാത്തതിന്. ഇതിപ്പോ ഇതെന്തിനാ? ഇനി ഞാൻ സംസാരിക്കാത്തോണ്ടാണോ? ഇനി ഞാൻ കഴിച്ചില്ലെന്ന് അറിഞ്ഞിട്ട് കഴിക്കാണ്ടൊന്നും നിൽക്കണ്ട, ഞാൻ വരാം. സാറിന് എന്തേലും എന്നോട് പറയാനുണ്ടോ? അത് പിന്നെ ഉണ്ട്. എന്താ? അത് പിന്നെ കിച്ചു, ഞാനൊന്ന് ഹലോ കിച്ചു, എന്താടാ ഇപ്പൊ വിളിക്കുന്നേ? നീ ബിസി ആയിരുന്നോ? ബിസിയൊന്നുമല്ല, ഫുഡ് കഴിക്കുമായിരുന്നു. അയാൾ എന്തോ പറയാൻ വന്നതാ, അപ്പോഴേക്ക് നീ വിളിച്ചു. എന്താടാ കാര്യം? എടാ ആരു, എടാ എനിക്ക് സംഭവം എന്താന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ അവളോട് ചോദിച്ചപ്പോ അവള് പറയുന്നത് അന്ന് അവള് പോയത് അവളുടെ പപ്പയുടെ കൂടെയാ. അന്ന് അവളുടെ പപ്പയുണ്ടായിരുന്നല്ലോ, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ സാറ് വേറെന്തിനോ അവിടെ വന്നതാ ആ ടൈമില്. മേ ബി ചിത്രേച്ചിയോട് ചോദിച്ചാൽ കൂടുതൽ അറിയാൻ പറ്റും. ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിട്ടാ നിന്നെ വിളിച്ചത്. എടാ ആരു, നീ കേൾക്കുന്നില്ലേ? ആടാ ഉണ്ട്. എടാ ഞാൻ ഒരു കാര്യം ചെയ്തു. എന്ത്? ഞാൻ കൺഫ്യൂസ് ചെയ്തു സാറിനോട്. വാട്ട്? എടാ നീ ശരിക്കും ചെയ്തോ? നീ സത്യമാണോ പറയുന്നേ? ആടാ സത്യമായിട്ടും ചെയ്തു. എന്നിട്ട് അങ്ങേരെന്തു പറഞ്ഞു? അയാളൊന്നും പറഞ്ഞില്ല. അയാൾക്ക് പറയാനുള്ള അവസരം ഞാൻ കൊടുത്തില്ല. ഓ എന്റെ മോനെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാലും നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയത്? എടാ ഇന്ന് വൈകുന്നേരം വരുമ്പോ ഞാൻ സാറിനോട് പുറത്തേക്ക് നടക്കാൻ പറഞ്ഞു. അങ്ങനെ നടക്കുന്നിടയില് കുറെ നേരം ചെലവഴിച്ചതിന്റെ ക്ഷീണത്തിലാന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് സാറിനോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയടാ. എടാ നീ വേഗം സാറിന്റെ മറുപടി എന്താന്ന് അറിയാൻ ശ്രമിക്കുക. എടാ അതാ ഇപ്പൊ എന്റെ പ്രശ്നം. എനിക്ക് സാറിനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. അതിനുശേഷം സാർ ഒരുപാട് തവണ എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചതാ, ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇനിയിപ്പൊ ഞാൻ എങ്ങനെ സംസാരിക്കാനാ? കുറച്ചു മുമ്പാണെങ്കിൽ സാർ നല്ല ചൂടിലായിരുന്നു. എനിക്കിനി സംസാരിക്കാൻ വയ്യ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇതുവരെ സാറിനെ നിന്നെയും ശ്രദ്ധിച്ചതില് സാറിന്റെ ഭാഗത്ത് നിന്ന് എനിക്കെന്തോ സാറിന് നിന്നെ തന്നെ ഇഷ്ടമെന്നാ എനിക്ക് തോന്നുന്നത്. സാറിന് ചിലപ്പം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. നീയൊന്ന് ആഞ്ഞു ശ്രമിച്ചാ സാർ അത് തുറന്നു പറയും. എനിക്കെന്തോ ഉറപ്പുണ്ട് സാർ നിന്നെ തന്നെയാ സ്നേഹിക്കുന്നതെന്ന്. എടാ കിച്ചു, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിക്കല്ലടാ. എടാ സത്യമാടാ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിനക്ക് തോന്നിയിട്ടില്ലേ? എടാ അങ്ങനെ തോന്നിയത് കൊണ്ടാടാ ഞാനിപ്പം ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നത്. എടാ ഞാൻ ചിത്രേച്ചിയോടും കൂടി സംസാരിച്ചിട്ട് സാറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാം. നീ ഏതായാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. ഓൾ ദ ബെസ്റ്റ്. ഇനി നീ നിന്റെ മനസ്സിനെ പിടിച്ചു നിർത്തണമെന്നില്ല. നിന്റെ സ്നേഹം സാറിന് തുറന്നു കാണിക്കും. എന്ത് വന്നാലും കൂടെ ഞാനുണ്ട്. എല്ലാറ്റിനും കൂട്ടു നിൽക്കുന്നുള്ള ധൈര്യത്തിൽ ഞാനങ്ങ് തുടങ്ങാല്ലേ? ആടാ തുടങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കിച്ചു. എന്തോ എന്റെ മനസ്സ് പറയുന്നുണ്ട് സാറിന് എന്നെ തന്നെയാ ഇഷ്ടമെന്ന്. അങ്ങനെ അല്ലെങ്കിലും സാറിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. സാറ് പറഞ്ഞതുപോലെ തന്നെ സാറിനെ സ്വന്തമാക്കാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഇത് ഒരുപാട് നേരമായല്ലോ പോയിട്ട്. എന്താ അത്രമാത്രം സംസാരിക്കാൻ? അതെന്തിനാ ഞാൻ സാറിനോട് പറയുന്നത്? സാറിനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. സാർ, ഞാൻ നേരത്തെ പറഞ്ഞത് സാർ മനസ്സിന്ന് കള. ഞാൻ പെട്ടെന്ന് സാറിനോട് എല്ലാം തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് ഇനി സാറ് അങ്ങനെ തന്നെ ചിന്തിക്കണമെന്നൊന്നും ഇല്ലല്ലോ. എനിക്ക് മതിയായി.
ആ ഫോൺ കോൾ വരുന്നതിന് മുമ്പ് ഇവന്റെ മുഖത്ത് നല്ല സങ്കടമായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ എന്തോ ഒരു സീരിയസ്നെസ്. എന്താണോ എന്തോ. ആ, അവൻ ഉറങ്ങിയോ? ഇവനെന്താ കിടക്കാത്തെ? എന്താ, നിനക്ക് ഉറങ്ങാൻ സമയമായില്ലേ? ഉറക്കം വരുന്നില്ല. ആ, എന്തേ? സാർ എവിടെയാ കിടക്കാൻ പോകുന്നേ? ഓഫ് കോഴ്സ് കോച്ചില്. സാർ ബെഡിൽ തന്നെ കിടന്നു. അത് വേണ്ട സാർ, പ്ലീസ് സാർ ബെഡിൽ തന്നെ കിടക്ക്. അപ്പൊ നീയോ? ഞാനും. അതെന്തിനാ? ഒന്നുമില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. സാറിന്റെ ചൂടിൽ കിടന്ന ആ സുഖം കിട്ടില്ലല്ലോ ഒറ്റയ്ക്ക് കിടക്കുമ്പോ. അത് വേണ്ട. സാർ സമ്മതിച്ചില്ലെങ്കിൽ ഇന്ന് ഞാൻ ഉറങ്ങാനില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. എന്റെ പൊന്നെ, ഇവനിത് എന്തുദ്ദേശിച്ച? സാർ വരുന്നുണ്ടോ? ശരി, നീ കിടക്ക്. ഒന്നാമത് മനുഷ്യ കൺട്രോള് പിടിച്ചാ നിൽക്കുന്നേ. അതിന്റെ ഇടയിൽ അവന് വന്നിട്ട് അവന് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ഇവന്റെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ട്. അതാ ഇവൻ ഇങ്ങനെ പെരുമാറുന്നേ. ഇതും കൂടി ഞാൻ തന്നെ അനുഭവിക്കണല്ലോ എന്റെ ഭഗവാനെ. പ്രൊഫസർ, ഞാൻ നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. യു ആർ മൈൻ, ഓൺലി മൈൻ. ഓ, എന്ത് ക്യൂട്ടാ ഇവനെ കാണാൻ. ഐ സ്റ്റിൽ റിമെമ്പർ അവർ ഫസ്റ്റ് കിസ്. Let me taste it. അത് ഐം സോറി, ഞാൻ പെട്ടെന്ന് അറിയാണ്ട്. ഇവിടെ ഇപ്പൊ എന്താണ്ടേ? ഞാനെന്തിനാ റെസ്പോണ്ട് ചെയ്തേ? അല്ല, സാർ എന്തിനാ എന്നെ കിസ് ചെയ്തേ? ഓ, സാറാണല്ലോ ഇന്ന് കുക്കിംഗ്. I did something wrong? Not at all. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളല്ലേ എന്നെ കിസ് ചെയ്തേ. എന്നാലും സാർ എന്തിനാ എന്നെ കിസ് ചെയ്തേ? ഓ, ഇനി സ്വപ്നത്തിലെങ്ങാനും ആ ലവറാന്ന് കരുതി കിസ് ചെയ്തതാണോ? പക്ഷെ കിസ് എനിക്കല്ലേ കിട്ടി. സോ ഞാൻ ഹാപ്പി അല്ലേ വേണ്ടേ? നേരത്തെ അറിയാണ്ട് ചെയ്തു പോയതാ. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ സർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, സാർ അറിയാണ്ട് ചെയ്തതായിരിക്കുമല്ലോ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. യാ, ദാറ്റ്സ് എ മിസ്റ്റേക്ക്. എടാ എടാ എടാ, എന്താടാ പറയടാ, ഇങ്ങനെ ഉപദ്രവിക്കല്ലേ. എടാ 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 എടാ, എന്താ സംഭവിച്ചെന്നറിയോ? അതല്ലടാ ചോദിക്കുന്നത്, പറയടാ പട്ടി. എടാ, ഇന്ന് രാവിലെ അയാൾ എന്നെ കിസ് ചെയ്തടാ. കിസ്സോ? എടാ, അപ്പൊ നിങ്ങള് സെറ്റായോ? എടാ, അങ്ങനെ ഒന്നുമല്ല, അയാൾ അറിയാണ്ട് കിസ് ചെയ്തതാ. എന്നാലും കിസ് കിട്ടിയത് എനിക്കാ. ഓ, ഇവൻ. എടാ, അങ്ങേര് എന്ത് വിചാരിച്ചാ കിസ് ചെയ്തെന്ന് നിനക്ക് എന്തെങ്കിലും അറിയോ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ സന്തോഷിക്കുന്നേ? എടാ, നീ പറഞ്ഞത് കറക്റ്റാ. അങ്ങേർക്കും എന്നോട് എന്തേലും ഉണ്ടാവും. ഇല്ലെങ്കിൽ അയാൾ എന്തിനാ എന്നെ കിസ് ചെയ്യണം? അയാളുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ എന്റെ കയ്യിൽ ഒരു ഉഗ്രം പ്ലാൻ ഉണ്ട്. പ്ലാനോ? യു മീൻ എനി അതർ പ്രാങ്ക്? എടാ, അത് വേണോ? ആ, അത് വേണം. എന്താടാ? എടാ, നമ്മുടെ സീനിയർ ചേട്ടനില്ലേ,
ഇതിന്റെ ഇടയിൽ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്താ? അങ്ങേരെന്തിനാ ഇപ്പൊ നിനക്ക്? അയാളെ വെച്ച് സാറിനെ കുറച്ച് ജലസാക്കിയാലോ? എടാ വേണ്ട, അത് ഞങ്ങൾ വിചാരിച്ച പോലെ നടക്കില്ല. എടാ ഒന്ന് ട്രൈ ചെയ്യാനെടാ. ആ സാർ മനസ്സെപ്പോഴെങ്കിലും തുറന്നാലോ? എടാ അതുകൊണ്ടല്ല, സാർ നല്ലോണം ദേഷ്യപ്പെടും, എന്നാ നിന്നെ ഒന്നും ചെയ്യില്ലായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല. ആ സീനിയർ ഏട്ടൻ, അയാളുടെ സ്വഭാവം അത്ര നല്ലതല്ല. കുട്ടിയോട് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നീ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. എടാ ആൾക്കാർ അത് ഇതും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരെയും വിലയിരുത്താൻ പറ്റുമോ? നീ വെറുതെ അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. ഞാനൊന്ന് അയാളോട് പറഞ്ഞാ നോക്കട്ടെ. എടാ ആ ഏട്ടന് ഓൾറെഡി നിന്നെ ഇഷ്ടമാ. എന്താ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. എടാ അത് പണ്ടല്ലായിരുന്നോ? ഞാൻ ഏട്ടനോട് എല്ലാം പറഞ്ഞ് സെറ്റാക്കിയതാ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ലെന്നേ. ഞാൻ ഒന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏതായാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ ആ ഏട്ടനോട്. അയ്യോ ഞാനില്ല, എനിക്ക് പേടിയാ. എടാ നീ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ. എടാ എന്റെ കാര്യം ഓർത്തല്ല, നിന്റെ കാര്യം ഓർത്താ എനിക്ക് പേടിയാവുന്നേ. വേണ്ടടാ. എന്താടാ നീ ഇങ്ങനെ പറയുന്നേ? എന്റെ ഈ കാര്യത്തിനെങ്കിലും കൂട്ട നിൽക്കുക. അറ്റ്ലീസ്റ്റ് അയാളൊന്ന് മനസ്സെങ്കിലും തുറക്കട്ടെടാ. ശരി ശരി, ഞാൻ സമ്മതിക്കാം. മഹിയേട്ടാ. ആരോ? നീ എന്താടാ ഇവിടെ? മഹിയേട്ടനെ കാണാൻ വന്നതാ. എന്നെ കാണാനോ? എന്തേലും പറയാനുണ്ടോ? അത് പിന്നെ മഹിയേട്ടാ, എനിക്കൊരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യാവോ? ഹെൽപ്പോ? നിനക്കോ? അത് ചോദിക്കണോ? നിനക്കാണെങ്കിൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാലോ. അത് പിന്നെ എടാ, എനിക്ക് ഒരാളെ ഇഷ്ടമാ. അയാളെ ഒന്ന് ജലസാക്കാൻ ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? എങ്ങനെ? അയാളുടെ മുമ്പില് എന്നെ പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒന്ന് അഭിനയിച്ചാൽ മതി. അത്രേ ഉള്ളൂ, ഞാൻ ഏറ്റു. ശരിക്കും ഏട്ടൻ സമ്മതിച്ചോ? ആടാ, ഇതിനൊക്കെ എന്താ കുഴപ്പം? ഞാൻ വരാം. താങ്ക് യു സോ മച്ച് ഏട്ടാ. എപ്പോഴാ? എവിടെയാ? ഒരു 3:30 ആവുമ്പോ ലൈബ്രറി വന്നാ മതി. ഓക്കെ സെറ്റ്. എന്നോട് തന്നെ വേണോടാ ഈ സഹായം ചോദിക്കല്? ഞാൻ ശരിക്കും കളിച്ച് കാണിച്ചു തരാം. എടാ കിച്ചു, ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ 3:30 ആവുമ്പോ ലൈബ്രറി വരും. എടാ നീ ആ ടൈമില് സാറിനോട് പോയിട്ട് പ്രൊഫസർ ആരോ എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീനിയർ ആയിട്ട് ലൈബ്രറിയിലേക്ക് വിളിച്ചോണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. അയാൾക്ക് എന്നോട് അല്പം സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ എന്തായാലും അങ്ങോട്ട് വരും. എടാ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? എടാ താൻ സ്നേഹിക്കുന്ന ആള് വേറൊരാളുടെ കൂടെ കാണുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. സാറിനും ദേഷ്യം വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഓക്കെ? അപ്പൊ ശരി, പറഞ്ഞ പോലെ. എടാ എന്നാ ഞാൻ പോട്ടെ, നീ സാറിന്റെ അടുത്തേക്ക് പോ. എടാ എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. എടാ ഒന്നും സംഭവിക്കില്ല, പോ. ആരോ അവനെന്തു പറ്റി? അത് സർ, അവനെ ഒരു സീനിയർ ചേട്ടൻ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ലൈബ്രറിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അവൻ പോയിട്ടുണ്ട് അങ്ങോട്ട്. വാട്ട്? പ്രൊപ്പോസ് ചെയ്യാനോ? അവനെയോ? നോ വേ. സത്യമാണ് സർ, അവൻ പോയിട്ടുണ്ട്. സർ വേണമെങ്കിൽ പോയി നോക്ക്. ആ മഹിയേട്ടാ, നേരത്തെ വന്നു. ദേ ഇപ്പൊ സർ വരും. അപ്പൊ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ? എന്റെ ആക്ടിങ് എപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ പുറത്ത്. ഏട്ടൻ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്ര നല്ല ചാൻസ് കിട്ടുമ്പോ ഞാൻ എങ്ങനെയാടാ അത് വിട്ടുകളയാ? നീ എന്താ വിചാരിച്ച ഞാൻ നിന്നെ സഹായിക്കുമെന്നാ? സോറി ബേബ്, എനിക്ക് അതിനൊന്നും പറ്റത്തില്ല. ആരോ കഥ കടച്ചു. എന്റെ ഫ്രണ്ട്സ് പണി തുടങ്ങി. ഇനി ഞാനും കൂടി തുടങ്ങിയ അതങ്ങ് തീരുമല്ലോ. മഹിയേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ഓ സോറി സോറി, നിനക്ക് പറഞ്ഞു തരാനുള്ള ടൈം ഇല്ലാതെ പോയി. ഏതായാലും ഒരു കാര്യം പറഞ്ഞു തരാം. അന്ന് നീ എന്നെ റിജക്ട് ചെയ്തില്ലേ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ വിട്ടുകളയുന്നു? ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോ ഞാൻ എങ്ങനെയാടാ നിന്നെ വിട്ടുകളയാ? മഹേട്ടാ, എന്തൊക്കെയാ നിങ്ങളെ പറയുന്നേ? ഞാൻ നിങ്ങളെ നല്ലൊരു ബ്രദറായിട്ടാ കാണുന്നേ. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോടാ. ഓ, ഞാൻ ഇതിൽ വെറുതെ സംസാരിച്ച സമയം കളയുന്നേ. നീ ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് എന്റെ കൂടെ സഹകരിക്കും. ഏട്ടാ വിടാനാ പറഞ്ഞേ. രക്ഷപ്പെട്ടെന്ന് കരുതിയോ? പ്രൊഫസർ, പ്രൊഫസർ, ഇനി ഒരിക്കലും ഇതുപോലത്തെ പ്രാങ്ക് എന്നോട് കാണിക്കാൻ നിൽക്കരുത്. ആരു 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 ഓക്കെ, ആരു കരയല്ലടാ. കിച്ചു, എന്റെ ഭാഗത്ത് തെറ്റുണ്ടടാ. ഞാൻ വെറുതെ എന്തൊക്കെ ആശിച്ചതാ. എനിക്ക് നന്നായി വേദനിക്കുന്നെടാ. ആരു പോട്ടേടാ, കരയല്ലേ. എടാ, എനിക്ക് തല്ലിയത് വേദനിക്കുന്നില്ല, അത് ഞാൻ അർഹിക്കുന്നതാ. പക്ഷെ എന്റെ ഹൃദയത്ത്, എടാ, പ്രൊഫസറിന് എന്നെ ഇഷ്ടമല്ലടാ. നീ കണ്ടില്ലേ എന്നെ തല്ലിയിട്ട് പോയത്? ആരോ അങ്ങനെ അല്ലടാ. പ്രൊഫസറിന് നിന്നെ ഒരുപാട് ഇഷ്ടം, അതുകൊണ്ടാ നിന്നെ തല്ലിയത്. ഇങ്ങനെയൊക്കെ കാണുമ്പോ ആരാടാ സഹിച്ചു നിൽക്കാം? നീ വേറൊന്നും ചിന്തിക്കല്ലേ. ഇല്ലടാ, എനിക്ക് കിട്ടേണ്ടതാ ഇത്. ആരാടാ? വീട്ടീന്ന് അമ്മ. ആ, നീ അറ്റൻഡ് ചെയ്തിട്ട് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ അമ്മ. ആ, കോൾ എടുക്കാൻ ഇത്രയും സമയം വേണോടാ? എന്താടാ നിന്റെ സൗണ്ട് ഒക്കെ? ഒന്നുമില്ല അമ്മ. എന്താ വിളിച്ചേ? ആ, കൊറേ ആയില്ലേ നിന്നെ കണ്ടിട്ട്. ഇന്ന് നേരെ വീട്ടിലോട്ട് വാ. അമ്മ, എന്താ? അതൊക്കെ വന്നിട്ട് പറയാം, നീ വാ. ശരി അമ്മ. മോനെ ആരു, നീ ഓക്കെ അല്ലേ? അമ്മ, ഒന്നുമില്ല, ഞാനേ പിന്നെ വിളിക്കാം. ആ ശരി, എന്നാ അമ്മ വെക്കട്ടെ. അമ്മ. എന്തിനാടാ അമ്മ വിളിച്ചത്? അമ്മ വീട്ടിലോട്ട് പോവാൻ പറഞ്ഞു ഇന്ന്. ഓ, എന്താ കാര്യം? അറിയില്ല, കുറെ ആയില്ല കണ്ടിട്ടെന്ന് പറഞ്ഞു. ഓ, എടാ, നിന്റെ മനസ്സിലുള്ളതെല്ലാം വിട്ടുകളാ. വേണ്ടടാ. ഞാൻ ചിത്രേച്ചിയോട് സംസാരിച്ചായിരുന്നു. ചേച്ചി പറഞ്ഞത് അന്ന് സാർ വന്നത് സാറിന്റെ പാരന്റ്സിനെ കൂട്ടാൻ വേണ്ടിട്ടെന്നാ. അവരവിടെ ഉണ്ടായിരുന്നു അത്ര. പിന്നെ അവരെ കുറിച്ച് ചിത്രേച്ചിക്കൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞു. സാരമില്ലടാ, ഞാൻ വിചാരിച്ചതിനെ കൂടുതൽ അറിയാൻ പറ്റി, അത് മതി. എന്നാ ഞാൻ വീട്ടിലോട്ട് പോട്ടേടാ, എനിക്കെന്തോ പറ്റുന്നില്ല. ഇനി അവിടെ നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. ഏതായാലും ഇന്ന് വീട്ടിലേക്കല്ലേ പോകുന്നേ, അതുകൊണ്ട് നേരത്തെ ഇറങ്ങാൻ തോന്നുന്നു. എടാ ആരു, നീ ഓക്കെ അല്ലേ? നിനക്കെന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? എടാ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ.
സാറ് സാർ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ ചെയ്തത്. സാറിന് ശരിക്കും നിന്നെ ഇഷ്ടമാടാ. അത് പോട്ടിടാ, ഞാൻ പോവാ. ബൈ. പ്രൊഫസർ. കൃഷ്ണ, എന്താ? പ്രൊഫസർ എന്തിനാ അവനെ തല്ലിയത്? അത് പിന്നെ ഞാൻ നേരത്തെ നല്ല ദേഷ്യപ്പെട്ടപ്പോ അറിയാണ്ട് തല്ലിപ്പോയതാ. അതവനെ ഒരുപാട് വേദനിപ്പിച്ചു. പ്രൊഫസറിനെ അറിയാലോ, അവന് സാറിനെ ഒരുപാട് ഇഷ്ടം. സാറിനും അവനെ തന്നെ അല്ലായിരുന്നു ഇഷ്ടം. എനിക്കറിയായിരുന്നു. ഒന്ന് കൺഫേം ചെയ്യാൻ ആര്യയോട് ചോദിച്ചപ്പോ അവളും സമ്മതിച്ചു. ഞാൻ മാക്സിമം അവനോട് പറയാൻ ശ്രമിച്ചു സാറിനും അവന് ഇഷ്ടമാണ്. എന്നാ നേരത്തെ സാർ തല്ലിയത് അവന് നല്ല ഫീലായിട്ടുണ്ട്. എടാ കൃഷ്ണ, ഞാൻ നേരത്തെ ദേഷ്യപ്പെട്ടപ്പോ അറിയാണ്ട് തല്ലിപ്പോയതാ. അവരോട് എങ്ങനെ സോറി പറയുന്ന അറിയത്തില്ല. ദാറ്റ്സ് അപ് ടു യു. എനിക്കറിയത്തില്ല സർ. സാറ് തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് ശരിയാക്കാൻ നോക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവനെ ഇനിയും വേദനിപ്പിക്കല്ലേ. പിന്നെ പ്രൊഫസർ, അവൻ വീട്ടിൽ പോവാ ഇന്ന്. സാറിനോട് പറയുമോന്ന് അറിയത്തില്ല. മിക്കവാറും പറയത്തില്ല. അവന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോവാൻ. അതുകൊണ്ട് അവനിപ്പോ പോയി. അവൻ പോയെന്നോ? എന്നോട് പറഞ്ഞില്ല. അവൻ പറയില്ല സർ. അവന് നല്ല വാശിയുള്ളതാ. സാറ് തന്നെ പോയിട്ട് ഇനി സംസാരിക്കേണ്ടി വരും. നേരത്തെ സാറിനെ ചിലസാക്കാൻ വേണ്ടിട്ടാ അവരങ്ങനൊക്കെ ചെയ്തത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു ആരും കരുതിയില്ല. അവൻ എന്തൊക്കെയാ ചിന്തിക്കാന്ന് പറയാൻ പറ്റില്ല. നല്ല വാശിയുള്ള കൂട്ടത്തില. സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്നാ ശരി സർ, ഞാൻ പോട്ടെ. എന്നോട് പറയാതെ അവൻ പോയോ? എന്നാലും എന്നോട് പറഞ്ഞിട്ട് പോവായിരുന്നു. അല്ല, ഞാൻ നേരത്തെ തല്ലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കില്ലേ അവൻ എന്നോട് പറയാത്തത്. അവനെ നല്ല വേദനിച്ച് കാണും. എനിക്ക് എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നേ? കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓ, ഞാൻ എന്താ ചെയ്യാ ഇപ്പൊ? അവനോട് പോയി സോറി പറഞ്ഞാലോ? ഓ, അവൻ ഓൾറെഡി പോയില്ലേ. ഇനി അവനെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ പോവാം.